ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് IJK ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അത്തം 10 പൊന്നോണം എന്നുള്ള ആ ഒരു സീരീസ് നമ്മൾ ഇന്നലെ തുടങ്ങി. അപ്പോൾ ഇന്ന് അതിൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിന് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് എൻ്റെ ഫുൾ വീഡിയോ കാണാം. ഈ ഔട്ട്ഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെറുതായിട്ട് പൂക്കളൊക്കെ ഇടുന്നുണ്ട്. ഇന്ന് കറികളൊന്നും വെച്ചില്ല. ഓൾറെഡി ഇന്നലെ വെച്ചായിരുന്ന കറികളൊക്കെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ഒന്നും വെച്ചില്ല. അപ്പോൾ ആദ്യം തന്നെ ഓണത്തിന് വേണ്ടി ഒരുങ്ങാം. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ മുഖം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. പക്ഷെ നല്ലത് വൈപ്സ് കൊണ്ടൊന്ന് തുടയ്ക്കുക കേട്ടോ. പിള്ളേർ ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കണ്ണാടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കാത്ത കേട്ടോ. പിള്ളേർ ഓൾറെഡി പൂക്കൾ പറിക്കാൻ വേണ്ടി പോയേക്കാണ്. നിൻ്റെ ഡ്യൂട്ടിക്ക് പോയേക്കാം. അപ്പം ഇന്നലെ തല കഴുകിയ കാരണം കൊണ്ട് കുറച്ച് എണ്ണയുണ്ട് തലയ്ക്കകത്തുള്ള തലമുടിയിൽ. ഞങ്ങൾ തന്നെ ഇരുന്ന് വീഡിയോ ഒരിക്കലും ഇടാറില്ല, അതുകൊണ്ട് തന്നെ എന്തോ ചമ്മലുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ. അപ്പം ഞാൻ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കണത് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. ഞാനത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇതിൻ്റെ വേറെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി കഴിയാറേയും ഞാൻ പുതിയത്. ഇത് വാസ്ലിൻ്റെ ഗ്ലൂട്ടഹയ ഡ്യൂവി റേഡിയൻസ് എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇതിന് ഇന്നലെ ഇവിടുത്തെ ഒരു കെമിസ്റ്റ് വെയർ ഹൗസ് എന്നുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ തന്നെ റെഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഫസ്റ്റ് നന്നായിട്ട് മോയ്സ്ചറൈസർ ഇടാം കേട്ടോ. ഒരു 2 ലെയർ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയോ? നാട്ടിൽ പിള്ളേർക്കൊക്കെ വെക്കേഷനായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുള്ളൊരു സമയമല്ലേ ഓണം. നാട്ടിലൊക്കെ ആണെങ്കിലും എല്ലാവരും വീട്ടിലേക്കൊക്കെ വരലും രസമല്ലേ. എല്ലാവരും ഓണാഘോഷമൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത്, അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ടു. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഐബ്രോസിന് അധികം കളറില്ല. ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തു ചെറുതായിട്ട്. അതുപോലെ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ വലിയ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാം കേട്ടോ. ഓണത്തിന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നന്നായിട്ട് ഒരുങ്ങണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോസ്റ്റ്യൂംസൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇടുള്ളൂ. ഇതൊക്കെ ഇട്ട് എന്നും നമുക്ക് പുറത്ത് കൂടെ നടക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ഇവിടെ നല്ല തണുപ്പാണ് പുറത്ത്. അപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ട് നടക്കില്ല. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ലോറിയൽ പാരീസിൻ്റെ നമ്പർ കാണാനില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാട്ടോ എനിക്ക്. അവൾ വാങ്ങിച്ചിട്ട് അവൾക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ ഇതിൻ്റെ ലിപ് ബാമും നെക്സ്റ്റ് സൈഡിൽ ഇതിൻ്റെ ലിപ്സ്റ്റിക്കുമായിട്ടാണ് വരുന്നത്. അപ്പം ആദ്യം തന്നെ ലിപ് ബാം വെച്ച് അവിടെ ചുണ്ട് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാം കേട്ടോ. ഇതൊരു സ്ട്രോബെറിയുടെ ഒരു സ്മെല്ല്. സാധാരണ എനിക്ക് അത്ര സ്മെല്ലുള്ള സംഭവങ്ങൾ ഇഷ്ടമല്ല. അയ്യോ, തിരിച്ചാണ് തോന്നുന്നത്. നേരത്തെ വീണില്ല, ഭാഗ്യം. ഇത് ഭയങ്കര ഡാർക്കാട്ടാ, അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം തന്നെ നല്ല ഡാർക്കാണത്. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അധികമായില്ലല്ലോ അല്ലേ. അങ്ങനെ ഇനി നെക്സ്റ്റ് പൊട്ട് തൊടാം, പിന്നെ തലമുടിയും കെട്ടാം. കമ്മൽ ഞാൻ വേറെ ഇടാമെന്ന് വിചാരിക്കണേ. മാല ഇവിടെ ഇതിങ്ങനെ ഡാർക്ക് സൈഡ് ആയതുകൊണ്ട് കുറച്ച് കുഞ്ഞു മാല എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് അതിടാം. നമുക്ക് ഈ മാലകളൊക്കെ ഊരി വയ്ക്കാം, അല്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതിയോ? ചെറിയൊരു കുഞ്ഞു മാല ഇതെൻ്റെ ഓൾറെഡി കഴുത്തി കിടന്നായിരുന്നതാണ്. ഇത് തന്നെ ഇടാം അല്ലേ. കമ്മൽ മാറ്റാം നമുക്ക്. കമ്മൽ എന്തെങ്കിലും ഒരു ഗോൾഡ് ഷെയ്ഡിൽ എന്തെങ്കിലും ഇടാന്ന് വിചാരിക്കണം. ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു റീലിൽ കണ്ടിട്ടുണ്ടാവും. ഇത് പുതിയതായിട്ട് കുത്തിയതാണ്, അതുകൊണ്ട് തന്നെ ഞാനതിപ്പോൾ ഊരണില്ല. ഊരിക്കഴിഞ്ഞാൽ അടിപൊളി വേദനയായിരിക്കും. പിന്നെ നമുക്ക് രണ്ടാമത് ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനത് ഊരുന്നില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒരു നല്ല വലിപ്പമുള്ള ജുംക്ക് ഇട്ടാലോ. ആഹാ,
നല്ല ഭംഗിയുണ്ടോ? എങ്ങനെയുണ്ട്? വലിപ്പം കുറച്ച് കുറഞ്ഞു പോയോ? ഇല്ലല്ലേ, നല്ല അടിപൊളിയായിട്ടത്. ഒരു ഗോൾഡ് അല്ല, രസമില്ലേ കാണാനായിട്ട്? അപ്പം അത് രസം, ഭംഗിയായി. ഇനി നമുക്ക് നമ്മുടെ മുടിയുടെ നോക്കിയാലോ. മുടിയിൽ അത്യാവശ്യം തന്നെ എണ്ണയുള്ളത് കാരണം കൊണ്ട് അതിന് എങ്ങനെ ടേൺ ഔട്ട് ചെയ്യുന്ന അറിയില്ല കേട്ടോ. നമുക്ക് നോക്കി നോക്കാം. നല്ല രീതിക്ക് എണ്ണ വെച്ചിട്ടുണ്ട്. ഇന്നലെ അതിങ്ങനെ ഡ്യൂട്ടി ഓഫുള്ള ദിവസങ്ങളിൽ ഞങ്ങളെല്ലാവരും, ഓഫിൻ്റെ ദിവസം ഞാൻ എല്ലാവരും ഇവിടെ പിടിച്ചിരുത്തി എണ്ണ തേക്കും തലയിൽ. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എണ്ണയുണ്ട്. എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ ഇതിനിങ്ങനെ പിടിച്ച് ഇവിടെ ഒരു ടിക് ടാക് പിൻ കുത്തുന്നുണ്ട്. പൊട്ട് കുത്തിയില്ലല്ലോ, പൊട്ടിൻ്റെ ഒരു വ്യത്യാസം കാണാനുണ്ട്. ഞാനെല്ലാം കണ്ണാടിയെ നോക്കി ചെയ്യുന്ന കാരണം കൊണ്ടാണ് അങ്ങോട്ട് ഇരിക്കുന്നത് മുഖം. ഇനി മുടീനെ ഒന്ന് പറത്തിയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാക്കുമല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 വളയിട്ടാലോ. ഓണായതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞു കുഞ്ഞ് പേളുള്ള വളയിടാന്ന് വിചാരിക്കുകയാണേ. അപ്പം വളയിട്ടു. ഇനി ഓണല്ലേ, നമുക്ക് ചെറുതായിട്ട് മുല്ലപ്പൂ വെച്ച് കൊടുത്താലോ. അപ്പം മുല്ലപ്പൂ വെക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ മുടീനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് കെട്ടാം. നമ്മുടെ ആ കുഞ്ഞ് ഓക്കെ, അത് ഇട്ടു. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ളത്. അപ്പം അത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ താഴെക്കൂടെ വെച്ച് ഇതിനോടെ കെട്ടിക്കൊടുക്കാം. എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ബാക്കിൽ അത്ര ഭംഗിയൊന്നുണ്ടാവില്ല. ഇതിനെ നമുക്കിവിടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. കെട്ടിയിട്ട് അതിനൊരു പിന്ന് വെച്ച് നമുക്കിവിടെ സെക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ താഴത്തോട്ട് ഇറങ്ങിപ്പോരും. അപ്പം അതും ഒരു ടിക് ടാക് പിന്ന് വെച്ചിട്ടാണ് കേട്ടോ സെക്യൂർ ചെയ്യണത്. ഇവിടെ 2 ടിക് ടാക്ക് കുത്തുന്നുണ്ടേ, ചിലപ്പോൾ അല്ലെങ്കിൽ അതൊന്ന് ഊരിപ്പോന്നാലോ. ഓക്കെ, എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? മലയാളി മങ്കയായോ? ഓക്കെ, ഇതാണ് ചെറിയ, അതായത് നമ്മളിപ്പം ഞാൻ വിചാരിക്കുന്നത് 10 ദിവസം ഉണ്ടല്ലോ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസത്തിൽ ഞാൻ വിചാരിക്കണു ഞാൻ സാധാരണ ഒരു ഡ്രസ്സ് ഇട്ടായിരുന്നേ. ഇന്നലെ ഇപ്പം ഞാൻ സാധാരണ എൻ്റെ ഒരു ഹുഡിയും ഒരു പാൻറ്റും അങ്ങനെ സാധാരണ ഡ്രസ്സ് ഇട്ടായിരുന്നേ. ഇന്നിപ്പം ചെറിയ രീതിയിലുള്ള ഒരുക്കം, നാളെ കുറച്ചും കൂടി ഒരു ഹെവി മേക്കപ്പ്, പിന്നെ കുറച്ചും കൂടി ഹെവി, അങ്ങനെ വിചാരിക്കണം. ഓണത്തിൻ്റെ അന്നാകുമ്പോൾ നമുക്ക് ഫുൾ സെറ്റ് എന്നിട്ട് പിന്നെ നമുക്ക് സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ സെറ്റ് സാരി, എൻ്റെ ഒരു 2 സാരിയും ഒരു സെറ്റ് മുണ്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോ ദിവസം ഓരോ ഔട്ട്ഫിറ്റ് കാണിക്കാമെന്ന് വിചാരിക്കണേ. അപ്പം ഇതെങ്ങനെയുണ്ട്? ഇനി ഇപ്പം നിൻ്റെ വരാറായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. നിൻ്റെ വരുമ്പോൾ ഫുൾ വീഡിയോ എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പൂക്കളം ഇടണം. പിള്ളേരിപ്പോൾ പൂവായിട്ട് വരും, അപ്പം നമുക്ക് അതിൻ്റെ പൂക്കളം കൂടി ഇടണം. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഒരു ഫുള്ള് ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് നിൻ്റെ ഏട്ടൻ വന്നു. വയ്യണ്ട എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അങ്ങനെ പിള്ളേര് കുറച്ച് പൂക്കളൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മള് 2ാമത്തെ ദിവസമായ ഇന്ന് പൂക്കളിടാൻ പോവാ അല്ലേ? ഇട്ടാലോ? ഓക്കെ അല്ലേ? അപ്പൊ പൂക്കളിട്ടോ. ഇന്ന് അധികം ആഡംബരങ്ങളൊന്നുമില്ല. അന്ന് മറ്റേ ഇലയൊക്കെ കട്ട് ചെയ്ത് നമ്മൾ അങ്ങനെയൊക്കെ ഇട്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് നമ്മള് നിരത്തി വെക്കുന്നു. അറ്റ്ലീസ്റ്റ് പൂ കിട്ടുന്നുണ്ടല്ലോ. അതെ, അതാണ് കാര്യം. പൊന്നുസിനോട് കിട്ടിയ പൂ കിട്ടിയ ഇതാ മറ്റേ ഫീൽഡ്, അടുത്തുള്ള ഫീൽഡ്. വേറെ ഉണ്ടായിരുന്നു അവിടെ പൂ? കണ്ടൊന്നുമില്ല. ഇല്ല. ഇതൊക്കെ നഴിക്കലിടുന്നത്, ഇതൊക്കെ നഴിക്കലിടുന്നത്. എല്ലാം ഇങ്ങനെ ചുറ്റും ചുറ്റും വെച്ചാൽ മതി. ഇന്ന് ചെറിയൊരു പൂക്കളായിട്ട് വിചാരിക്കാൻ കരുതി. ഈ മറ്റേ വേസ്റ്റ് ഒക്കെ മാറ്റി വെക്കി.
വേസ്റ്റ് മാറ്റി എന്റെ ഐഡിയ ഇടാം മാറ്റേ ഇവരൊന്നും ഇടുന്നത് ശരിയല്ല വെറുതെ പൂവൊക്കെ ഇടുമ്പോ നല്ല ഭംഗിയിലുണ്ടായത് ഇങ്ങനെ ഇടുന്നത് നിന്റെ ഏട്ടൻ അതിന്റെ എല്ലാം കൊളാക്കി നല്ല ഭംഗിയിലിടണം പൊന്നോട്ടി നമ്മള് നിന്റെ ഏട്ടൻ കാണിച്ചായോ എന്ത് കാര്യം ചെയ്യുമ്പോഴല്ലേ ഒരെണ്ണത്തിന്റെ ഇങ്ങനെ അല്ല കുറച്ചിറങ്ങണ കുറച്ചെണ്ണം ഓ ഞാൻ വെറുതെ വെച്ചാ മതി നേരത്തെ ഞാൻ പണ്ട് മറ്റേ ഇതിലൊക്കെ ഇടുന്നതാ പള്ളിയില് മറ്റേ പണ്ട് ഇടാറുള്ളതാ അറിയില്ല നിങ്ങക്ക് പൂക്കളിടണതല്ലേ ഏത് അല്ലാത്തിന്റെ എടുക്കണ ഇല്ലടാ ഞങ്ങക്ക് സ്കൂളില് ഓരോ ക്ലാസ്സും മാറ്റി മാറ്റി ഇപ്പം ഞാൻ 1ാം ക്ലാസ്സിലാണെങ്കിൽ 1ാം ക്ലാസ് ABC അങ്ങനെ ഉണ്ടാവും അവര് ഓരോരുത്തരും മത്സരം വെക്കും എന്നിട്ട് ആരാണോ ഫസ്റ്റ് ആവണേ അവർക്ക് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു അതിനിങ്ങനെയൊന്നല്ല നമ്മൾ ആദ്യമേ കുറെ പൂക്കളൊക്കെ കളക്ട് ചെയ്യും അതുപോലെ വാങ്ങിക്കും കുറെ പൂക്കൾ എന്നിട്ട് ഇവിടെ താഴത്ത് നമ്മൾ അതിന്റെ ഒരു പിക്ചർ ഡ്രോ ചെയ്യും അതില് മറ്റേ ബോട്ട് ഉണ്ടാവും മഹാബലിയുടെ ഒരു തല ഉണ്ടാവും കുറെ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ഒരു തീം വേണം ആ തീം ഉണ്ടെങ്കിലാണ് കറക്റ്റ് പ്രൈസ് കിട്ടുള്ളൂ അല്ലേ തീമിനാണ് പ്രൈസ് അന്ന് അതിന് തീം വേണം സ്റ്റാർ ഉണ്ടാക്കാം സ്റ്റാർ അല്ല ക്രിസ്മസ് ആണ് അല്ലേ ഇതൊരു ലൈനാണ് ബോർഡർ ലൈൻ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് മഞ്ഞ ഇലകള് മറ്റേ എനിക്ക് തോന്നുന്നു വാടിയ ഇലകളാന്ന് തോന്നുന്നു അല്ലേ 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 ഒരു പീസ് ആ പൂവിന്റെ തന്നെ മറ്റേത് കൊറച്ചിങ്ങനെ എന്നിട്ട് മിസ്സിംഗ് ബോട്ടിൽ നമ്മള് ലാസ്റ്റ് വെക്കാം ഏത് ഈ ഒരു ഇല ഇവിടെ ഇല്ലേ ഈ ഇലകള് വേഗം കട്ട് ചെയ്തിട്ട് പൂക്കളായി കഴിഞ്ഞ് കണ്ടാൽ മതിയോ നമുക്കിനി വേസ്റ്റ് ഒക്കെ മാറ്റിക്കോ ഇതാണ് നമ്മൾ ഫൈനൽ പൂക്കളം എല്ലാ പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടെന്ന് മാത്രം എങ്ങനെയായെന്നല്ലേ എവിടെങ്കിലും കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്തിടാം എങ്ങനെയുണ്ട് ഇത് ശരിക്കും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സൈഡിൽ ഓരോരുത്തരുടെ ഇത് പൊന്നൂത്തിന്റെ സൈഡിൽ ഈ സൈഡ് വാവുട്ടിയുടെ സൈഡ് ഇതൊക്കെ ആ വേസ്റ്റ് ഒക്കെ കളയുന്നു എന്നാലും മൊത്തത്തില് കുഴപ്പമില്ല കേട്ടാ ഉള്ള പൂ വെച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടെന്ന് മാത്രം അല്ലേ ഒരു രസം ഇതൊക്കെ അല്ലേ ഇപ്പൊ പിള്ളേർക്ക് എന്താ പറയാ ഒരു ഐഡിയ കിട്ടല്ലേ എങ്ങനെ എന്നിട്ട് പറയാം കുറച്ച് പൂക്കളിൽ നിന്ന് ഇപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ലാസ്റ്റ് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരുന്ന രസം അല്ലേ ഔട്ടിങ് മനസ്സിന് ഇഷ്ടമായി ഇന്നത്തേത് നിങ്ങൾ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ സന്തോഷല്ലേ അല്ലടാ അതിന്റെ മുട്ടാണ് അല്ല പക്ഷെ എന്നിട്ട് എങ്ങനെ പൈനാപ്പിൾ പോലെ ഇരിക്കണല്ലേ ചേട്ടൻ എന്നിട്ട് പറയുന്നത് കാക്ടസ് പോലെ ഉണ്ട് കാക്ടസ് ഫുള്ള് ഗ്രീൻ അല്ലേ പൈനാപ്പിൾ ചെറിയ പൈനാപ്പിൾ അയ്യോ വീഴ അങ്ങനെ പൂക്കളിടലൊക്കെ കഴിഞ്ഞു വയ്യണ്ടായി ചേട്ടാ പൊന്നിസിന് ഓട്ടിക്ക് വയ്യണ്ടായാ ഓട്ടിക്ക് വയ്യണ്ടായാ ഓട്ടിക്ക് കുറച്ച് വിശക്കുന്നുണ്ട് ഉച്ചക്കലത്തെ ഭക്ഷണം അവൻ കഴിച്ചിട്ടില്ല ഞങ്ങൾ കഴിക്കാൻ നേരത്തെ അവൻ കഴിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ നമ്മുടെ 2ാമത്തെ ദിവസം ഇവിടെ തീരാണ് അല്ലേ നാളെ ഡ്യൂട്ടി ഉണ്ട് പക്ഷെ കാലത്ത് ഞാൻ വീഡിയോ എടുത്ത് വെക്കും നിങ്ങൾ പൂക്കളൊക്കെ സെറ്റാക്കി നിങ്ങള് പൂക്കൾ ഇടണം അമ്മ വരുമ്പോഴാണ് ഇടണേ ഓക്കെ അങ്ങനെ അപ്പം എങ്ങനെയായിരുന്നു നമ്മൾ പക്ഷെ നമ്മൾ ഡ്യൂട്ടി ആണെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ മാനേജ് ചെയ്ത് വീഡിയോ ഇടുമ്പോ കുറച്ചും കൂടി പണിയായി അല്ലേ നമ്മൾ അങ്ങനെ 10 ദിവസം നമ്മൾ എങ്ങനെയെങ്കിലും വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കാന്ന് അങ്ങനെ വിചാരിക്കുകയാണ് അപ്പൊ അങ്ങനെ 2ാമത്തെ ദിവസം ഇവിടെ വെച്ച് കഴിഞ്ഞു അങ്ങനെ എല്ലാവരും വീടുകളിലൊക്കെ പൂക്കളൊക്കെ കിട്ടുമെന്ന് ഞങ്ങൾ വിചാരിക്കണു അപ്പൊ ഇത് ബി ഡിസൈനേഴ്സിന്ന് അവര് തന്നെ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് തന്ന ഒരു ഔട്ട്ഫിറ്റ് ആണ് ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അവൾക്ക് വേണ്ടി തയ്പ്പിച്ചതാണ് പക്ഷെ അവൾ എനിക്ക് തന്നു അല്ലെ ആൾക്കാര് അങ്ങനെ പറഞ്ഞു ആര് ബി ഡിസൈനേഴ്സ് അല്ല കേട്ടോ ബി ഡിസൈനേഴ്സിന്ന് ഡിസൈൻ ചെയ്തതാണ് അവള് പക്ഷെ ഇപ്പൊ ഇടുന്നത് ഞാനാണെന്നുള്ളൂ അങ്ങനെ അപ്പോ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് വീണ്ടും നാളെ കാണുന്നവരെ നാളെ വേറൊരു കോസ്റ്റ്യൂമും വേറൊരു മേക്കപ്പും വേറൊരു പൂക്കളായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ